से झुका हुआ मेरा दिल जान लिया तेरा नाम जो कर जावा कम है हो. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ബി.ജെ.പിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പാർട്ടിയിലുള്ള ആളുകളും അതുപോലെ മാധ്യമങ്ങളും എടുത്തു പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് മണിപ്പൂരിനെ മറന്നോ, മണിപ്പൂർ ഓർക്കുന്നില്ലേ, മണിപ്പൂരിൽ പോകുന്നില്ലേ, മണിപ്പൂർ കത്തുകയാണ്. അതേ മണിപ്പൂരിൽ മോദിജി വന്നിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അവിടുത്തെ പിള്ളേര് ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. എവിടെ പോയാലും ഇതുപോലെ ഓരോരുത്തരെ പ്രൈവറ്റ് ആയിട്ട് കണ്ട് ഇതുപോലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിന്റെ അവസ്ഥ? ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ മണിപ്പൂർ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു മാർഗ്ഗമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? മണിപ്പൂർ യഥാർത്ഥ സമാധാന നിലയിലേക്ക് തിരികെ വന്നു. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ സാധാരണ ആളുകൾ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു വരുമാനം ഉണ്ട്. അതിനാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടാനില്ല. കുറെ മാസങ്ങളായിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. റിപ്പോർട്ട് അടിച്ച് കുറെ ആളുകൾ ചേർന്ന് നമ്മുടെ വീഡിയോ റീച്ച് അടക്കം താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രേക്ഷകരോട് നമ്മൾ സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെടേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇതൊരു ഗതികേടാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ വെല്ലുവിളികളെല്ലാം നേരിടാനായിട്ട് നിങ്ങളുടെ സഹായമാണ് അഭ്യർത്ഥിക്കുന്നത്. തുടർന്നും എന്നെ സഹായിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് മണിപ്പൂരിന്റെ വിഷയത്തിലേക്ക് തിരികെ വരാം. യഥാർത്ഥത്തിൽ മണിപ്പൂർ വിഷയം അല്ലെങ്കിൽ മണിപ്പൂർ കലാപം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരു വിഷയം എപ്പോഴാണ് തുടങ്ങിയത്? 2023 അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷം മുൻപ് ബി.ജെ.പി അധികാരത്തിൽ വന്നതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഭവം മാത്രമാണോ മണിപ്പൂർ? അതിനു മുൻപ് മണിപ്പൂരിലെ അവസ്ഥ എന്താ? മണിപ്പൂർ ഭയങ്കര ശാന്തമായിരുന്നോ? കേരളം പോലെ, തമിഴ്നാട് പോലെ, കർണാടക പോലെ മണിപ്പൂർ ശാന്തമായിരുന്നോ? അല്ല എന്നതാണ് ഉത്തരം. 1980-കൾ മുതൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് സത്യത്തിൽ മണിപ്പൂരിന്റേത്. മണിപ്പൂരിന്റെ പ്രത്യേകത എന്താണ്? അവിടെ കുറെ ആളുകൾ മലകളിലും താഴ്വാരങ്ങളുമായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. കൂടുതലും ട്രൈബൽസ് ആണുള്ളത്. ഈ ട്രൈബൽസിൽ തന്നെ പല പല വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ച് തന്നെയാണ് അവർ അന്നു മുതൽ താമസിക്കുന്നത്. അതിൽ കുക്കി വിഭാഗങ്ങളുണ്ട്, മെയ്തി വിഭാഗങ്ങളുണ്ട്, ഇനി നാഗ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഇതിൽ മെയ്തി വിഭാഗക്കാരാണ് കുറച്ചുകൂടി ട്രൈബൽസിൽ ഉന്നതകുല ജാതം എന്നൊക്കെ നമ്മൾ പറയാം, മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെയൊന്നുമില്ല, ആർക്കും അങ്ങനെ ഉന്നതകുല ജാതമൊന്നുമില്ല. എന്നാൽ നമ്മൾ പറയുകയാണ് മനസ്സിലാകാൻ വേണ്ടി. അവിടെ ആ ഒരു വിഭാഗമാണ് കുറച്ചുകൂടി ട്രൈബൽസിൽ ഉയർന്നവരെന്ന് കരുതപ്പെടുന്നത്. അവരൊക്കെയും കുന്നിന്റെ മേളിലാണ് താമസിക്കുന്നത്. അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും സാംസ്കാരികപരമായി കുറച്ചധികം സമൂഹത്തിൽ മേൽക്കോയ്മയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കുക്കികളുണ്ട്, അതുപോലെ തന്നെ നാഗ ട്രൈബൽസ് ഉള്ള ആളുകളുണ്ട്. എന്നാൽ ഇവരൊക്കെയും മതപരമായി ഭിന്നിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് എന്നത് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രൈബൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവർക്ക് പണ്ട് മുതലേ ഒരു ദൈവമൊക്കെ ഉണ്ടാകും. അങ്ങനെ പാരമ്പര്യമായിട്ട് ഏതൊരു ദൈവത്തിനെയാണോ അങ്ങനെ വർഷിപ്പ് ചെയ്തു വരുന്ന ആളുകളായിരിക്കണം. എന്നാൽ കുറെ ആളുകൾ നേരത്തെയൊക്കെ നമ്മൾ പല വീഡിയോയിൽ ചർച്ച ചെയ്ത ഒരേ വിഷയം, ക്രിസ്ത്യൻ കൺവേർഷൻ. അതുകൊണ്ട് ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന വർഗീയപരമായ ഇഷ്യൂസ് ഈ ട്രൈബൽസിന്റെ ഇടക്കുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു ഇഷ്യൂ ആണ്. 1980-ൽ ഇത് തുടങ്ങുന്നത് ഇന്ത്യയിലേക്ക് സമ്മർദ്ദപരമായി മണിപ്പൂരിനെ ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരൊരു സംസ്ഥാനം എന്ന പദവിയിലേക്ക് വരുന്നതും ഈ പറയുന്ന അതിന്റെ അകത്ത് ആളുകൾ, മേൽക്കോയ്മുള്ള ആളുകൾക്ക് അത് താല്പര്യമില്ല. കുക്കികൾക്കാണെങ്കിൽ കുക്കി ലാൻഡ് ആണ് വേണ്ടത്. അത് ഇന്ത്യക്ക് അകത്ത് വേണമെന്നൊരു സംഘടന ആവശ്യപ്പെടുമ്പോൾ കുറച്ചുപേര് പറയുന്നത് പുറത്തായാലും മതി എന്നാണ്. പക്ഷേ ആ കുക്കി ലാൻഡുകളിൽ താമസിക്കുന്ന നാഗ ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഒന്നും ഇവർക്ക് വേണ്ട, അവരെയൊക്കെ ഒഴിവാക്കണം. ഈ രീതിയിൽ അന്നു മുതലേ പ്രശ്നം നടക്കുന്ന ഒരു ഏരിയയാണ് മണിപ്പൂർ. അല്ലാതെ ഏകദേശം 14 വർഷം മുൻപ് മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം മാത്രമല്ല മണിപ്പൂര് വിഷയം ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രപതി ഭരണം വരെ വന്നിട്ടുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. അത്രയധികം സംഘർഷാവസ്ഥകൾ അവിടെ നിലനിന്നിരുന്നു. ഇവിടെ ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിക്കും ഒരു മന്ത്രിമാർക്കും ഈ പറയുന്ന പോലെ സ്വതന്ത്രമായിട്ട് അവിടെ ഒന്നും പോയിട്ട് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സന്ദർശിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ജീവന് യാതൊരു രീതിയിലുള്ള ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കില്ല. കലാപകാരികളോട് പോയിട്ട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കശ്മീർ വിഷയം എങ്ങനെയായിരുന്നു? ആദ്യം ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതിന് മുൻപ് വരെ എന്തായിരുന്നു അവസ്ഥ? ബി.ജെ.പി ഇന്ത്യക്ക് ദോഷമാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി വരെ ധൈര്യമായിട്ട് കശ്മീരിന്റെ മണ്ണിൽ കൊടി കെട്ടി ഒന്ന് പ്രസംഗിച്ചത് മോദി കശ്മീരിനെ ഇപ്പോഴത്തെ കശ്മീർ ആക്കിയതിനു ശേഷമാണ്. അപ്പൊ അതുപോലെയായിരുന്നു മണിപ്പൂരിന്റെ അവസ്ഥ. ആർക്കും കയറി ചെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും അസന്തുഷിതമായിട്ടുള്ള ഒരു കലാപഭൂമിയായി തന്നെയാണ് മണിപ്പൂർ തുടർന്നുകൊണ്ടിരുന്നത്. 2023-ൽ പെട്ടെന്നൊരു കലാപം പുറപ്പെടാനായിട്ട് എന്താണ് സംഭവിച്ചത്? ഒന്ന്, മെയ്തികൾക്ക് അനുകൂലമായിട്ട് മെയ്തികളായിട്ടുള്ള ടീമാണ് കുറച്ച് ഉന്നത കുലജാതരായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക പദവി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഈ ട്രൈബൽസിന്റെ ഇടയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അനുകൂലമായ ഒരു വിധി വന്നതിനെ തുടർന്നാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനോട് ഒരു പ്രശ്നം വന്നു. എന്താണ്? കറുപ്പ് എന്ന് പറയുന്ന ലഹരി വസ്തു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആളുകളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പുകയില സംബന്ധിച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോ കഞ്ചാവായാലും പുകയില ആയാലും കറുപ്പായാലും ഇതെല്ലാം അവിടെ സുലഭമായി വിളയുകയും ചെയ്യും. പക്ഷേ ഈ രീതിയിലൊക്കെ ജീവിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവിടത്തെ ആളുകൾ പുറം ലോകവുമായിട്ട് വളരാതെ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടാതെ ലഹരി പരമായിട്ട് തന്നെ ജീവിതവും ജീവനും കുടുംബങ്ങളും പിന്നീടുള്ള തലമുറകളും ഒക്കെ
മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഒരുപാട് പേർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട്. നമുക്കറിയാം, പുകയില വിരുദ്ധ കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണുന്നേക്ക് മുമ്പ് കാണിക്കുമ്പോൾ നോർത്തിലുള്ള ഒരുപാട് ആൾക്കാരെ കാണിക്കുന്ന ചുമ്മാ അടക്ക ചവക്കുന്ന ആൾക്കാർ ഉണ്ട്. അവർ ഇതിന് അഡിക്റ്റ് ആണ്. കാരണം അവിടെ അത് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. അവരുടെ ലൈഫും അവരുടെ സംസ്കാരവും എല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു എന്നുള്ളതാണ്. കറുപ്പ് കൃഷി അനധികൃതമായിട്ട് ചെയ്യാൻ പാടില്ല. ചെയ്യുവാണെങ്കിൽ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട്, പിന്നെ അത് എവിടേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കണം എന്നുള്ളത്. മൂന്നാമതായി വന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അനധികൃത കുടിയേറ്റക്കാർ. ഈ പറയുന്ന പോലെ നേപ്പാൾ, മ്യാൻമർ ഇതിനൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പല പല സ്ഥലത്ത് നിന്ന് പല പല ആൾക്കാർ ഈ മണിപ്പൂരിലേക്ക് വളരെ ഈസി ആയിട്ട് കയറി വരുമായിരുന്നു. കലാപകാരികൾക്കിടയിൽ വന്ന് ഇവരും ഇഷ്യൂ ഉണ്ടാക്കും. അപ്പൊ ഇതിൽ ഏതാണ് കലാപകാരികൾ, ആരാണ് ഇതൊക്കെ മുതലെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാഷ്ട്രീയക്കാരും ഈ പറയുന്ന പോലെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഇത് കത്തിച്ചു നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ മണിപ്പൂർ ശാന്തമായാൽ മണിപ്പൂരിൽ പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരും, പുതിയ പുതിയ ഡെവലപ്മെന്റ് വരും, ആളുകൾ ഓരോരുത്തർ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും, സമാധാനമായിട്ട്. ഇപ്പം കശ്മീരിന്റെ അവസ്ഥ എന്താ? അതുപോലെ മണിപ്പൂർ മാറിക്കഴിഞ്ഞാൽ ആരാണോ ഇതൊക്കെ കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടി അവരോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന ഭയം. അതുകൊണ്ട് തന്നെ മണിപ്പൂർ കത്തിച്ച് തന്നെ നിർത്തിയിരുന്ന ഒരു സമയമായി 1980 മുതൽ 2025 വരെ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഇതുവരെയും ഈ 2023 വലിയ കലാപമുണ്ടായി. ഏകദേശം 60,000-ഓളം ആളുകൾ മണിപ്പൂരിൽ നിന്നും രണ്ട് വിഭാഗം, അതായത് കുക്കി വിഭാഗത്തിൽ നിന്നും മെയ്തി വിഭാഗത്തിൽ നിന്നും ഒക്കെ പലായനം ചെയ്തു പോയി. 800-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സ്ത്രീകളെ അടക്കം ലൈംഗികമായി വളരെ മോശമായിട്ട് ലോകത്തിന് മുമ്പിൽ പോലും ഇന്ത്യ തലകുനിക്കേണ്ടി വരുന്ന രീതിയിലുള്ള കലാപങ്ങൾ അവിടെ നടന്നു. മോദി ഒന്നും ചെയ്തില്ല. മോദി എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടത്തെ മാധ്യമങ്ങളെല്ലാം ചോദിച്ചൊരു കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുരേഷ് ഗോപിയോട് ഇതേ ചോദ്യം ചോദിച്ചു, ഷോൺ ജോർജിനോട് ഇതേ ചോദ്യം ചോദിച്ചു, BJPയുടെ ഭാഗത്ത് നിന്ന് എന്ത് കാര്യം പറയാൻ വരുന്ന വ്യക്തികളോടും ഇതേ ചോദ്യമാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചോദിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷത്തിനടക്കമുള്ള, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനടക്കമുള്ള ഒരുപാട് ആളുകൾ അങ്ങോട്ട് കയറി ചെന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അവിടെ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള വ്യക്തികളടക്കം ഇത് ആളിക്കത്തിക്കാനാണ് നോക്കിയത്. ഇതുവരെയും അത് എന്താ പറയാ, ഒരു നല്ല രീതിയിൽ സമാധാനപരമായിട്ട് പോട്ടെ എന്ന രീതിയിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. BJP പോയോ ചെയ്തോ എന്നതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സമാധാനപരമായി അവിടെ വന്ന് വളരെയധികം കാര്യങ്ങൾ അവിടെ പ്രസംഗിച്ചിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 24 മണിക്കൂറും ബോംബിട്ട് 24 മണിക്കൂറും അടി നടന്ന് 26 മണിക്കൂറും പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും സർക്കാർ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ മണിപ്പൂരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. മണിപ്പൂരിനെ സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടത് BJP അവിടെ വളരെ മുമ്പേ ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ചോദിക്കുന്നത്, അദ്ദേഹം സന്ദർശിക്കുന്നതിന് കുറച്ചു മുമ്പ് വരെ അവിടെ ഒരു സംഘർഷം ഉണ്ടായല്ലോ, അപ്പൊ മണിപ്പൂർ ശാന്തമായിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു സംഘർഷമാണ്. അങ്ങനത്തെ സംഘർഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആര് തമ്മിലാണ് സംഘർഷം നടക്കുന്നത്? ട്രൈബൽസ് തമ്മിൽ തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. മതപരമായിട്ടുള്ള കലാപങ്ങൾ വരുന്ന സമയത്ത് പട്ടാളം ഇറങ്ങിയാലും പോലീസ് ഇറങ്ങിയാലും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് കലാപകാരികളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അത് സത്യത്തിൽ 2025 ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കണ്ണും പൂട്ടി ചെയ്യാൻ സാധിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കലാപകാരികളെയും പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നവരെയും എല്ലാം വെടിവെച്ച് കൊന്ന് തീർത്തത് കൊണ്ട് തീരുന്നതല്ല ഒരിടത്തെയും കലാപം. തീർച്ചയായും നമുക്ക് മൊത്തം ലൈഫ് ത്രെട്ടായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവലംബിക്കാവുന്ന രീതി. അതുപോലും ഇപ്പോൾ ചെയ്യാൻ പാടില്ല. വധശിക്ഷ പോലും പ്രാകൃതമാണെന്ന് പറയുമ്പോൾ ഒരു കലാപം അടിച്ചമർത്താൻ പട്ടാളമോ പോലീസോ ഇറങ്ങി എന്ത് ചെയ്യണമായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അടിച്ചമർത്താൻ എന്താ ചെയ്യുക? അവരെ നിശബ്ദരാക്കുക എന്നുള്ളത് ഏത് രീതിയിൽ നിശബ്ദരാക്കാൻ സാധിക്കും? നേപ്പാളിൽ നടന്നത് നമ്മൾ കണ്ടില്ലേ, ബംഗ്ലാദേശിൽ നടന്നത് കണ്ടില്ലേ, ശ്രീലങ്കയിൽ നടന്നത് കണ്ടില്ലേ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്നാൽ അവർ അകത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെ എടുത്തോളുക. നിങ്ങൾക്കറിയാമോ, മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇത്രയും നാൾ നോർത്ത് ഏരിയകളിൽ ആളുകൾ റെയിൽവേ പാളത്തിലായിരുന്നു ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. അറിയാമോ? ഇവിടെ മോദി വന്നിട്ട് കക്കൂസ് കെട്ടിക്കൊടുത്തു എന്ന് ഇവിടെ കടന്ന് പരിഹസിക്കുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് വയറിന് അസുഖം, ശരിക്കും ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ വയറിളക്കം വരുന്ന സമയത്ത് ബാത്റൂമിൽ ഇല്ലാണ്ട് വിഷമിച്ചിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ആളുകൾ രാവിലെ ഇരുട്ട് വെളുക്കുന്നേക്ക് മുമ്പ് ആരുടെയും കണ്ണിൽ പെടാതെ പുറത്ത് സ്ഥലത്ത് പോയിട്ട് വെളിമ്പ്രദേശങ്ങളിൽ പോയിട്ട് വിസർജിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെന്ന്. അവിടെ വയസ്സറിയിക്കുന്ന മെനസ്ട്രൽ ആ ഒരു സൈക്കിളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോർമലി അതൊന്ന് വാഷ് ചെയ്യാൻ പോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പുറത്തു പോയിട്ട് ഇഴജന്തുക്കളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവർ വിസർജിക്കുക? ഈ ഒരു കണ്ടീഷനിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയത് മോദി സർക്കാർ വന്നതിന് ശേഷം തന്നെയാണ്. മണിപ്പൂര് മെഡിക്കൽ കോളേജ് വന്നത് കൂടാതെ പ്രധാനമന്ത്രി ആയുഷ് യോജനയിലൂടെ മാത്രം 2.5 ലക്ഷം പേർക്കാണ് ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. BJP വന്നതിന് ശേഷമാണ് അവിടെ കുടിവെള്ളം എത്തിയത്. 30,000 പേർക്ക് മാത്രമായിരുന്നു വീട്ടിൽ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഈ പറയുന്ന പോലെ കുറച്ചൊക്കെ പ്രിവിലേജ് ഉള്ള ആളുകൾക്ക്. എന്നാൽ ഇന്ന് 3 ലക്ഷം വീടുകളിൽ പൈപ്പ് എത്തിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ. 7000 വീടുകൾ പുതിയതായിട്ട് ഉണ്ടാക്കുവാണ്. എന്തിനാണ്? ഇവിടുന്ന് പലായനം ചെയ്ത ആളുകൾ തിരികെ വരണം,
മണിപ്പൂർ സമാധാനത്തിലാവണം, നിങ്ങളുടെ വീടാണ്, നിങ്ങൾ ഇവിടെ താമസിക്കണം, അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം ഒരുക്കുകയാണ് എന്ന് പറയാണ്. 3600 കോടി രൂപ മുടക്കി ഈ സംസ്ഥാന പാത, നമുക്കറിയാലോ കേരളത്തിലൊക്കെ പണി നടക്കുന്നേ, മണിപ്പൂരിലും വരുവാണ്. മണിപ്പൂർ അർബൻ റോഡ്സ് പ്രോജക്ട്. റോഡ് വന്നാൽ തന്നെ ഒരു സംസ്ഥാനത്തിൽ പകുതി മുക്കാല് കാര്യങ്ങൾ, കാരണം എന്താന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് കണക്ടിവിറ്റി ആണ് വരുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു റോഡ് വരുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖം മാറുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിലാണ് ഇപ്പൊ മണിപ്പൂർ നിൽക്കുന്നത്. മണിപ്പൂരിന്റെ മുഖം മാറി. നിങ്ങൾ എത്ര പേര് വാർത്തയിൽ ഇത് കണ്ടു? മണിപ്പൂർ ശാന്തമാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നതിനുള്ള കാരണം ഞാൻ പറയട്ടെ. കലാപം നടന്നുകൊണ്ടിരിക്കുന്ന, പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ കോടികൾ മുടക്കിയോ ആരെങ്കിലും റോഡ് പണിയോ? തലിക്കോളില്ലേ? പണിത് അടുത്ത നിമിഷം അവരെ നശിപ്പിച്ച് പൊട്ടിച്ചു കളയില്ലേ? ശാന്തമാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന നിർമ്മിതികൾ. 2014 മുൻപ് വരെ മണിപ്പൂരിന്റെ വളർച്ചാ നിരക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 1% താഴെയാണ്. 1% പോലും ഇല്ല. എന്നാൽ ഇപ്പോൾ അതിന്റെ ഇരട്ടിയിലേക്കാണ് മണിപ്പൂർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇംഫാലിലായാലും മണിപ്പൂരിന്റെ മറ്റു മേഖലകളിലൊക്കെ IT ഇൻഫ്രാസ്ട്രക്ചർ അടക്കം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലത്തെ IT പാർക്കുകൾ അവിടെ വരികയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഘട്ടത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ മണിപ്പൂരിൽ ഒരു സിവിൽ സെക്രട്ടേറിയറ്റ് വേണം. ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അപേക്ഷകൾ കൊടുക്കുക, കാര്യങ്ങൾ നടത്തി കിട്ടുക, സർട്ടിഫിക്കറ്റുകൾ കിട്ടുക, എല്ലാം ലീഗലായി പ്രോപ്പറായി ഇന്ത്യയുടെ ഭാഗമായി പോവുക. അതിന് വേണ്ടിയിട്ട് ഒരു സിവിൽ സർവീസിന്റെ സെക്രട്ടേറിയറ്റ് കെട്ടിടം ഇപ്പൊ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ശരിക്കും ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മണിപ്പൂർ വരും എന്ന് തന്നെയല്ലേ ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത്. കൊൽക്കത്തയിലും ഡൽഹിയിലേക്കൊക്കെ പലായനം ചെയ്തിട്ടുള്ള മണിപ്പൂരികൾക്ക് വേണ്ടിയിട്ട് അവിടെ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സേഫ് ആയിട്ട് അവരവിടെ താമസിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ. ഇനിയും മണിപ്പൂരിൽ നിന്നും പോയിട്ടുള്ള ആളുകളോട് തിരിച്ചു വരാനാ പറഞ്ഞത്. തിരിച്ചു വന്നിട്ട് ഇവിടെ താമസിക്കൂ, ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാം, വീടുകൾ വരെ തരാമെന്ന്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇമാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. അതായത് സ്ത്രീകളായിട്ടുള്ള സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 3 എണ്ണമാണ് മണിപ്പൂർ തുറന്നിരിക്കുന്നത്. ഇമാ മാർക്കറ്റ് അവിടുത്തെ സ്ത്രീകളെ ഏൺ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്ന രീതിയിൽ. പിന്നെ നമുക്കറിയാലോ GST കുറച്ചതോടുകൂടി ഫുഡ് ആയിക്കോട്ടെ, ഷാംപൂ, സോപ്പ്, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിന്റെയും തന്നെ വില കുറയും. അതുപോലെ ടാക്സ് ഇത്ര % മാത്രം നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. വില കുറയും എന്ന് പറയുമ്പോഴത്തേക്ക് 100 രൂപയുടെ സ്ഥാനത്തിന് ടാക്സ് അടക്കം ഒരു 120 നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനിത് ചുമ്മാതെ പറയുന്നതാണ്, അല്ലാണ്ട് അങ്ങനെയല്ല. 120 രൂപ കൊടുത്തിരുന്നെടുത്ത് ടാക്സ് കുറയുമ്പോൾ ചിലപ്പോൾ 10 രൂപയാവും ടാക്സ്. അപ്പൊ 110 ആയി. 10 രൂപ കുറഞ്ഞില്ല. ഇങ്ങനെയാണ് വില കുറയുന്നു പറയുന്നത്, അല്ലാണ്ട് MRP റേറ്റ് കുറയുന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ടാക്സും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് വാങ്ങുന്നതും ഒക്കെ. കഴിഞ്ഞൊരു റീല് ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഫുഡ് 18% പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ, അല്ല 12% പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ലാബ് ടോട്ടലി എടുത്തു മാറ്റി, എന്നിട്ട് അത് 5 ആക്കി എന്നുള്ളതാണ്. പ്രേക്ഷകർ ക്ഷമിക്കുക, ഞാൻ അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, ടങ്സ്ലിപ്പായതാണ്. മണിപ്പൂര് ശരിക്കും സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നിങ്ങൾ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ മണിപ്പൂരിന്റെ മണ്ണിലുണ്ടായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് ആദ്യമായിട്ട് ഭാരതത്തിന്റെ പതാക ഉയർത്തിയത് മണിപ്പൂരിലാണ് എന്നാ പറയുന്നത്. ഇതൊക്കെ ഞാനിപ്പോ ഈ പറയുന്നതൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് കേട്ടോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ളത് ഇവിടെ ഉള്ളവരത് പറയില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അത്രയും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്കുള്ള ആദരവിൻ സൂചകമായിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ഒരു ദ്വീപ് മൗണ്ട് ഹാരിയറ്റ്, അതിനെ മൗണ്ട് മണിപ്പൂർ എന്ന് പേരുമാറ്റി. 140 കോടി ഇന്ത്യക്കാരുടെ ആദരവാണ് മണിപ്പൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള എന്നാണ് പ്രധാനമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ മൗണ്ട് മണിപ്പൂർ ഒരു മൗണ്ട് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാഞ്ജലിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ മരണപ്പെട്ട ജവാന്മാരിൽ പെട്ട ഒരു വ്യക്തിയാണ് ദീപക് ചിങ്കാം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ പറ്റിയൊന്നും നമുക്കറിയില്ല, പക്ഷേ അവിടെ ഓർത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇതുപോലെ ഒരുപാട് സൈനികർ ഇപ്പോഴും ഉണ്ട് മണിപ്പൂരികളായിട്ടുള്ള. അപ്പൊ അവരെ എല്ലാം ഞങ്ങൾ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ നിമിഷം ഓർത്ത് അദ്ദേഹത്തിന് നമ്മൾ ആദരാഞ്ജലികൾ നൽകുകയാണ്, അദ്ദേഹത്തിന് ഒരു അഭിവാദ്യങ്ങൾ നൽകുകയാണ് എന്നാണ് പറഞ്ഞത്. മണിപ്പൂരിൽ ഒരുപാട് ആളുകൾ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർ ഭയങ്കരമായിട്ട് സ്പോർട്സിൽ ഇൻവോൾവ് ആകുന്ന വ്യക്തികളാണ്. നമുക്കറിയാമല്ലോ, ദേശീയ സർവകലാശാല, സ്പോർട്സിന്റെ കായിക സർവകലാശാല ആദ്യമായിട്ട് മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് മണിപ്പൂരിലാണ്. സ്പോർട്സിന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്ന എല്ലാ യുവാക്കൾക്കും വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആ സർവകലാശാലയിലുണ്ട്, അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പോളോ പ്രതിമയുള്ള മാർജിൻ പോളോ കോംപ്ലക്സ് അതാണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അത് പോളോനെ കൂടുതൽ എന്താ പറയാ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് പരിശീലിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒളിമ്പ്യന്മാരെ ആദരിക്കാൻ വേണ്ടിയിട്ട്, ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടിയ ആൾക്കാരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ ഒരു ഒളിമ്പ്യൻ പാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഒളിമ്പ്യനെ പറ്റിയിട്ടുള്ള എല്ലാ ഫോട്ടോസ് അടക്കം എല്ലാ വിശദീകരണങ്ങളും എല്ലാം അതിനകത്തുണ്ടാവും. ഇതെല്ലാം മണിപ്പൂരിന് വേണ്ടി നൽകിയെന്നും ഇപ്പോൾ നൽകുന്നെന്നും ഇനി നൽകാൻ പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കാര്യങ്ങളാണ്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു? സത്യത്തിൽ മണിപ്പൂരിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മണിപ്പൂർ ശാന്തമായി കഴിഞ്ഞു, ഇനിയും ശാന്തമാവുക തന്നെയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കാൻ പാടില്ല, കശ്മീരിന് എന്തോ വലിയ ആ പദവി അങ്ങനെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ യുദ്ധം ചെയ്ത ഓരോ വ്യക്തികളും ഇപ്പം മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്ത കാരണം?
അന്നൊന്നും കയറി പോകാൻ പറ്റാത്തടത്തേക്ക് ഇപ്പൊ ആളുകൾക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തൃശ്ശൂർ കൊടുക്കോ കേരളം കൊടുക്കോ എന്ന് ചോദിച്ചവര് വരെ കാശ്മീർ വാലിയിൽ പോയി നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് മുമ്പാണെങ്കിൽ പറ്റുമായിരുന്നോ? അപ്പൊ ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ അവരത് ചെയ്ത് കാണിച്ചത്. അതേപോലെ തന്നെ മണിപ്പൂരും ചെയ്ത് കാണിച്ച് കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമില്ല, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് യൂട്യൂബിൽ പോയിട്ട് മോദിയുടെ പ്രസംഗം കാണാം. മോദിയുടെ പ്രസംഗം ഹിന്ദിയിലാണ്, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ, മലയാളം ട്രാൻസ്ലേഷൻ തൊട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ AI തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അങ്ങനെ വായിച്ച് മനസ്സിലാക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞു. ഇവരൊന്നും ഇത് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. അപ്പൊ അറിയുക, അവര് പല സ്ഥലത്തും സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല. ശരിയാ, നിങ്ങൾ മണിപ്പൂർ പോയില്ലേ, മണിപ്പൂർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പ്രതികരിച്ചില്ല. അവര് ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് മണിപ്പൂർ പോയിട്ട് വലിയൊരു സന്ദർശനം ഉണ്ടാക്കി, ഒരു സീൻ ഉണ്ടാക്കി, മണിപ്പൂർ സന്ദർശിച്ചു എന്ന് നിങ്ങളെ ബോധിപ്പിച്ചില്ല. നിങ്ങളെ ആരോപിക്കുന്ന പല കാര്യങ്ങളും അവർ പ്രതികരിക്കുന്നില്ല. പക്ഷെ റിസൾട്ട് ഇവിടെ ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് അതാണ്. ജനങ്ങൾക്ക് വേണ്ടത് പട്ടി ഷോ കാണിക്കുന്ന, റോഡ് ഷോ നടത്തുന്ന രാഷ്ട്രീയക്കാരെ അല്ല. റിസൾട്ട് കാണിക്കേ. ഞങ്ങൾക്ക് നിങ്ങൾ വികസിത ഇന്ത്യയാണ്, വികസിത കേരളമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കേ. അങ്ങനെ ചെയ്ത് കാണിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരെ നിങ്ങൾക്കറിയാം? കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നിവേദനം വാങ്ങില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് എത്ര പേരെയാ? എല്ലാം മേടിച്ച് വെച്ചിട്ട് നടത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് 20,000 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിത്തരുന്ന വ്യക്തികളെ. ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഇത് എന്നെ കൊണ്ട് നടക്കില്ല, ഇന്ന സ്ഥലത്തെ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെയാണ് കുഴപ്പം. അപ്പൊ കാണാത്ത പലതും തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. മണിപ്പൂർ ശാന്തമാണ്, മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇനിയും മുന്നോട്ട് പോകുന്ന ഇന്ത്യയുടെ കൂടെ മണിപ്പൂരും മുന്നോട്ട് തന്നെ പോകും. കുരു പൊട്ടാനുള്ളതൊക്കെ പൊട്ടട്ടെ, ചൊറിയാനുള്ളവരൊക്കെ മാറിയിരുന്ന് ചൊറിയട്ടെ. അപ്പോ ഇന്ത്യ മുന്നോട്ട് തന്നെ പോട്ടെ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.